എത്ര അലോട്രോപ്സ് ഉണ്ട്? അലോട്രോപ്സ് ഓഫ് അയൺ 3 അലോട്രോപ്സ് ഉണ്ട്. ഒന്നെന്താണ്? ഡെൽറ്റ അയൺ, ഗാമ അയൺ, ആൽഫ അയൺ. എന്താണ്? ഡെൽറ്റ അയൺ, ഗാമ അയൺ, ആൽഫ അയൺ. ഉണ്ടോ? ഡെൽറ്റ അയണിന്റെ സ്ട്രക്ചർ എന്തുവാ? ഡെൽറ്റ അയണിന്റെ സ്ട്രക്ചർ എന്തുവാ? ബോഡി സെന്റർ. ഗാമ അയണിന്റെ സ്ട്രക്ചർ എന്തുവാ? FCC. ആൽഫ അയണിന് അഗെയിൻ ബോഡി സെന്റർ. പക്ഷേ ഈ ഓരോ അലോട്രോപ്പും സ്റ്റേബിൾ ആയിരിക്കും. ടെമ്പറേച്ചർ റേഞ്ച് ഡിഫറെന്റ് ആണ്. ആ ടെമ്പറേച്ചർ റേഞ്ച് നമ്മൾ പഠിച്ചു വെക്കണം. ഡെൽറ്റ അയൺ സ്റ്റേബിൾ ആകുന്ന 1539 to 1400 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഡെൽറ്റ അയൺ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഗാമ അയണോ 1400 മുതൽ 910 വരെയാണ് ഗാമ അയൺ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അല്ലേ? ആൽഫ അയണോ? ആൽഫ അയൺ സ്റ്റേബിൾ ആയിട്ടുള്ളത് 910 മുതൽ 768 വരെ. ഗാമ ആൽഫ അയൺ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് 910 മുതൽ 768 വരെ നോൺ മാഗ്നറ്റിക് ആണ്. പക്ഷെ 768 താഴോട്ട് മാഗ്നറ്റിക് ആണ്. ഇതാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ. അലോട്രോപ്സ് അയൺ എന്ന് പറയുമ്പോൾ 3 അലോട്രോപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡെൽറ്റ അയൺ വിച്ച് ഈസ് ബോഡി സെന്റർഡ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഗാമ അയൺ വിച്ച് ഈസ് ഫേസ് സെന്റർഡ്, ആൻഡ് തേർഡ് വൺ ഈസ് ആൽഫ അയൺ വിച്ച് ഈസ് body centered. So delta ion is stable between 1539 to 1400, and gamma ion is stable between 1400 to 910, and alpha ion is stable below 910. ഇത്രയും ക്ലിയർ ആയോ? ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, സംശയം ഉണ്ട് ഇപ്പൊ ക്ലീനി അയൺ ഡയഗ്രം, കാർബൺ ഡയഗ്രം മനസ്സിലായില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അയൺ കാർബൺ ഡയഗ്രം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. നോക്കിയേ, അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് ഫസ്റ്റ് നമുക്ക് പറയാം, ആദ്യം നമ്മൾ പറയുന്നു ഫാമിലി ഓഫ് അയൺ കാർബൺ അല്ലെ ഹാവിങ് കാർബൺ കണ്ടന്റ് 2.14 താഴെയുള്ള കാർബൺ കണ്ടന്റ് ഉള്ള അലോയ്സിനെ പറയുന്ന പേരാണ് എന്ത്? കാർബൺ കണ്ടന്റ് 2.14 താഴെ വന്നുണ്ടെങ്കിൽ ആ കാർബൺ അലോയെ പറയുന്ന പേരാണ് സ്റ്റീൽ എന്ന് പറയും. 2.14 എന്ന് പറയുന്ന കാർബൺ പെർസെന്റേജ് താഴെ കുറവാണെന്നുണ്ടെങ്കിൽ ആ അലോയെ എന്ത് പറയും? സ്റ്റീൽ എന്ന് പറയും. കാർബൺ കണ്ടന്റ് 2.14 കുറവാണെങ്കിൽ ആ അയൺ കാർബൺ അലോയുടെ പേരെന്താണ്? അപ്പൊ 2.14 കൂടുതലാണെങ്കിലോ? 2.14 കാർബൺ കൂടുതലാണെങ്കിലോ? ഇഫ് ദ കാർബൺ is more than 2.14 then it is called cast iron. അത് മനസ്സിലായല്ലോ? ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് അയൺ കാർബൺ ഡയഗ്രം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. നോക്കി എന്തൊക്കെയുണ്ട്. ഫസ്റ്റ് നോക്കി, ഫസ്റ്റ് ഏത് ഫേസ് ആണുള്ളത്? ഫസ്റ്റ് സിംഗിൾ ഫേസ് ആണ് ഡെൽറ്റ ഫേസ്. എന്താണ് ഡെൽറ്റ ഫേസ്? ഡെൽറ്റ ഫേസ് സ്റ്റേബിൾ ബിറ്റ്വീൻ 1300 to 1400. അതാണ് ഡെൽറ്റ ഫേസ്. അപ്പൊ ഡെൽറ്റ ഫേസിനകത്ത് പറഞ്ഞോ, കറക്റ്റ് അല്ലേ? ഓക്കെ, 1538 മുതൽ 1400 വരെയാണ് നമ്മുടെ എന്ത് സ്റ്റേബിൾ ആയിട്ടുള്ളത്? ഡെൽറ്റ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അടുത്ത ഫേസ് ആണുള്ളത് ഏതാണുള്ളത്? ഇപ്പൊ ഡെൽറ്റ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഡെൽറ്റയ്ക്കകത്ത് എന്താണ് കൂടുതലായിട്ടുള്ളത്? കാർബൺ ആണോ അയൺ ആണോ? അയൺ. ഓക്കെ, അടുത്ത സോളിഡ് സൊല്യൂഷൻ ആണ് ഗാമ. ഗാമ എവിടെ തൊട്ട് എവിടം വരെയാണ്? 1400 മുതൽ 1400 മുതൽ ഗാമ ഓസ്നേസ് ഘാട്ടം 400 മുതൽ എവിടം വരെയാ പറഞ്ഞേ? 912 വരെയാണ് ഗാമ ഉള്ളത്. ഓക്കെ, അപ്പം ഗാമ എക്സിസ്റ്റ് ചെയ്യുന്നത് 1400 മുതൽ 912 വരെ. പിന്നെ ഗാമയ്ക്കകത്ത് കാർബണിന്റെ കണ്ടന്റ് മാക്സിമം എത്ര വരെ ആകാം?
ഗാമയ്ക്കകത്ത് കാർബണിന്റെ കണ്ടന്റ് മാക്സിമം എത്ര വരെ? മാക്സിമം സോളിബിലിറ്റി ഓഫ് കാർബൺ ഇൻ അയൺ എത്രയാ? ഗാമ. മാക്സിമം സോളിബിലിറ്റി ഓഫ് ഗാമ എത്രയാ? കാർബൺ ഇൻ ഗാമ എത്ര വരും മാക്സിമം? 2.14. ഇപ്പൊ ഗാമയ്ക്കകത്ത് ഗാമ ഓസ്റ്റിനേറ്റിനകത്ത് കാർബൺ കണ്ടന്റ് മാക്സിമം കണ്ടന്റ് എത്ര വരും? 14 വരെ. അടുത്തുള്ള ഒരു ഫേസ് ആണ് ആൽഫ ഫേസ്. ആൽഫ ഫേസ് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ആൽഫ ഫേസ് സ്റ്റേബിൾ ബിലോ ആൽഫ ഫേസ് സ്റ്റേബിൾ ബിലോ 912 അല്ലേ? ആൽഫ ഫേസിനകത്ത് മാക്സിമം സോളിബിലിറ്റി ഓഫ് കാർബൺ എത്ര? ആൽഫ ഫേസിനകത്ത് മാക്സിമം സോളിബിലിറ്റി ഓഫ് കാർബൺ 0.022. അതുപോലെ തന്നെ ഡെൽറ്റ ഫേസിനകത്ത് മാക്സിമം സോളിബിലിറ്റി ഓഫ് കാർബൺ എത്ര വരും? ഈ പോയിന്റ് എത്ര വരും? 0.09 ആണ്. ഓക്കെ, അപ്പൊ 3 സൊല്യൂഷൻസ് നമ്മൾ 3 അലോട്രോപ്സ് പഠിച്ചു. ഡെൽറ്റ, ഗാമ, ബീറ്റ. ഡെൽറ്റ സ്റ്റേബിൾ ആവുന്നത് എവിടെ നിന്ന് എവിടെ വരെയാണ്? 1538 മുതൽ 1400. ഡെൽറ്റക്കകത്ത് മാക്സിമം കാർബൺ കണ്ടന്റ് എത്ര? 0.09 weight% ഓഫ് കാർബൺ. അടുത്ത ഗാമ സ്റ്റേബിൾ ആവുന്നതോ 1400 മുതൽ 912 വരെ. അതിനകത്ത് മാക്സിമം സോളിബിലിറ്റി എത്ര? 2.14. അടുത്ത ആൽഫയ്ക്കകത്തോ? ആൽഫ സ്റ്റേബിൾ ബിലോ 912 അല്ലേ? ആൽഫയുടെ സോളിബിലിറ്റി ലിമിറ്റ് എത്ര മാക്സിമം? 0.7. ഇനി നമുക്ക് എന്താ പറയണ്ടേ? ഇനി നമുക്ക് ഈ അയൺ കാർബൺ ഡയഗ്രാമിനകത്ത് എത്ര ഇൻഡിവിജ്വൽ ഫേസസ് ഉണ്ടെന്ന് പഠിക്കണം. ഫസ്റ്റ് ഫേസ് എന്താണ്? ആൽഫ ഫേസ്. അത് ഞാൻ പറഞ്ഞല്ലോ, ആൽഫ ഫേസ്. ആൽഫ ഫേസ് ഏത് സ്ട്രക്ചർ ആണ്? BCC. രണ്ടാമത്തെ ഫേസ് ആണ് ഗാമ ഫേസ്. ഗാമ ഫേസ് ഏത് സ്ട്രക്ചർ ആണ്? BCC. മൂന്നാമത്തെ ഫേസ് ആണ് ഡെൽറ്റ ഫേസ്. ഡെൽറ്റ ഫേസ് ഏത് സ്ട്രക്ചർ ആണ്? അതും BCC. ഇനി രണ്ട് ഫേസുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലിക്വിഡ് ഫേസ് ആണ്. എന്താണ് ലിക്വിഡ് ഫേസ്? ഏതാണ്? ഈ ഭാഗത്ത് കാണുന്ന ലിക്വിഡ് ഫേസാ. കണ്ടോ? ഇവിടെ കാണുന്നത് ലിക്വിഡ് ഫേസാ. കണ്ടോ? ഒന്നെന്താണ് ലിക്വിഡ് ഫേസ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Fe3C എന്ന് പറയുന്ന ഒരു ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. എന്താണ് Fe3C എന്ന് വെച്ചാൽ? ഇന്റർമെറ്റാലിക്. Fe3C വെച്ചാൽ സിമെന്റേറ്റ് ആണ്. ഓക്കെ, അയൺ കാർബൈഡ് അല്ലെങ്കിൽ സിമെന്റേറ്റ്. അത് എന്താണ്? ഒരു ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് അയൺ കാർബൺ ഡയഗ്രാമിനകത്ത് എത്ര ഫേസസ് ഉണ്ട്? 5 ഫേസസ്. ഒന്നെന്തൊക്കെയാ? ആൽഫ ഫെറൈറ്റ്, ഗാമ ഓസ്നേറ്റ്, ഡെൽറ്റ ഫെറൈറ്റ്, പിന്നെന്താണ്? Fe3C അയൺ കാർബൈഡ് അല്ലെങ്കിൽ സിമെന്റേറ്റ്, പിന്നെന്താണ്? ലിക്വിഡ് സൊല്യൂഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് ആൽഫ ഫെറൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? ആൽഫ ഫെറൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണിന്റെ ഒരു ഇന്റർസ്റ്റീഷ്യൽ സോളിഡ് ആണ്. എന്താണ് ആൽഫ ഫെറൈറ്റ്? കാർബണിന്റെ ഒരു ഇന്റർസ്റ്റീഷ്യൽ സോളിഡ് ആണ്. ഓക്കെ, ആൽഫ ഫെറൈറ്റിനകത്ത് കാർബണിന്റെ സോളിബിലിറ്റി എത്ര മാത്രമേ ഉള്ളൂ? മാക്സിമം സോളിബിലിറ്റി 0.022. അറ്റ് ഏത് ടെമ്പറേച്ചറാ? അപ്പൊ 727 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം സോളിബിലിറ്റി 0.022 മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് റൂം ടെമ്പറേച്ചറിലോട്ട് കുറയുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞ് റൂം ടെമ്പറേച്ചറിലോട്ട് കുറയുമ്പോഴത്തേന് സോളിബിലിറ്റി എന്തായിരിക്കും? വീണ്ടും കുറയുന്നത്. സോളിബിലിറ്റി വീണ്ടും കുറഞ്ഞ് റൂം ടെമ്പറേച്ചർ വരുമ്പോൾ നമുക്ക് ഏകദേശം 0.008 ആയിട്ട് കുറയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആൽഫ ഫെറൈറ്റിന്റെ സോളിബിലിറ്റി അറ്റ് 727 ഡിഗ്രി സെൽഷ്യസിലെ മാക്സിമം സോളിബിലിറ്റി 0.022 ആണ്. പക്ഷെ റൂം ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോൾ സോളിബിലിറ്റി കുറഞ്ഞ് എത്രയായിട്ട് മാറുന്നു? 0.008 ആയിട്ട് മാറുന്നു. അപ്പൊ സോളിബിലിറ്റി വളരെ കുറവല്ലേ? ആൽഫ ഫെറൈറ്റിനകത്ത് സോളിബിലിറ്റി ഓഫ് കാർബൺ വളരെ കുറവല്ലേ?
ആൽഫ ഫെറൈറ്റിനകത്ത് സോലിബിലിറ്റി ഓഫ് കാർബൺ വളരെ കുറവല്ലേ? ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ലിമിറ്റഡ് സോലിബിലിറ്റി വരുന്നത്? എന്തുകൊണ്ടാണ് ആ ലിമിറ്റഡ് സോലിബിലിറ്റി വരുന്നത്? ബി സി സി സ്ട്രക്ചർ ആണ്. ബി സി സി സ്ട്രക്ചറിനകത്ത് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻസ് വളരെ കുറവാണ്, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? വളരെ കുറച്ച് കാർബൺ ആറ്റംസിന് മാത്രമേ ആ ഒരു ഇന്റർസ്റ്റീഷ്യൽ സ്പേസിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ലിമിറ്റഡ് സോലിബിലിറ്റി ഓഫ് കാർബൺ ഇൻ ആൽഫ ഫ്രൈറ്റ് ഈസ് ഡ്യൂ ടു ദി ലിമിറ്റഡ് ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻസ്. അതുകൊണ്ട് വിച്ച് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അക്കോമഡേറ്റ് മോർ കാർബൺ ആറ്റത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ആൽഫ ഫ്രൈറ്റിനെ കുറിച്ച് അത്രേ നമുക്ക് പറയാനുള്ളൂ. അടുത്ത ഏതാണ് പറയാനുള്ളത്? ഓസ്റ്റനേറ്റ്. ഓസ്റ്റനേറ്റിന്റെ സ്റ്റേബിൾ റേഞ്ച് എവിടെ നിന്ന് എവിടെ പറയാ? 1400 മുതൽ 912 അല്ലേ? 1000. ഓക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് 1400 ഇവിടെ തൊട്ട് പറയാം അല്ലേ? ഇവിടെ തൊട്ട് പറയാം അല്ലേ? അപ്പൊ എന്ത് പറയാം? സോറി, അവിടെ തൊട്ടല്ല, 1400-നെക്കാളും കുറച്ചും കൂടെ താഴോട്ട് മാറിയിട്ടാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 1394 മുതൽ എവിടെ നിന്ന് പറയാം? 912 വരെ. അപ്പൊ ഗാമ ഓസ്മോനേറ്റ് സ്റ്റേബിൾ ആവുന്നത് 1394 മുതൽ 912 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പൊ ഗാമ ഓസ്മോനേറ്റിനകത്ത് സോളിബിലിറ്റി ലിമിറ്റ് എത്രയാ? The maximum solubility of carbon in gamma oxonate is 2.14. ആൽഫയ്ക്ക് എത്രയായിരുന്നു? ആൽഫ ഫെറൈറ്റ് എത്രയായിരുന്നു? 0.022 ആയിരുന്നു. അപ്പൊ നോക്കി, ഏകദേശം 100 ടൈംസ് കൂടിയില്ലേ സോലുബിലിറ്റി ലിമിറ്റ്? 0.022 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2 കിട്ടുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് 100 ടൈംസ് കൂടിയില്ലേ സോലുബിലിറ്റി ലിമിറ്റ്? കൂടിയില്ലേ? 100 ടൈംസ് കൂടിയില്ലേ സോലുബിലിറ്റി ലിമിറ്റ്? കൂടി. ടെമ്പറേച്ചർ 1147. ഓക്കെ. അപ്പൊ ഈ 100 ടൈംസ് കൂടാൻ കാര്യം എന്താ? സോലിബിലിറ്റി ലിമിറ്റ് കൂടാൻ സാധ്യത എന്താ? ഓസ്നേസിന്റെ സ്ട്രക്ചർ എന്തുവാ? FCC ആണ്, ഫേസ് സെന്റേർഡ് ആണ്. ഈ ഫേസ് സെന്റേർഡിനകത്ത് കൂടുതൽ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻസ് വരും. അതുകൊണ്ടാണ് കൂടുതൽ കാർബൺ ആറ്റംസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന്റെ സോലിബിലിറ്റി ലിമിറ്റ് കൂടിയത്. അത് ക്ലിയർ ആയോ? കേട്ടില്ല. നയൻ 112 സ്റ്റേബിൾ ടെമ്പറേച്ചർ. ഇത്രയും 727 ഫോർമേഷൻ ആ ടെമ്പറേച്ചർ താഴെ വരുമ്പത്തേന്. ഇപ്പൊ 9112 താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെ സ്റ്റേബിൾ ആണോ ഗാമ? ഗാമ 9112 താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തും കൂടെ ഉണ്ടാവും. 9112 താഴെ ഗാമ ഘട്ടമാണ് എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ അപ് ടു എവിടെ വരെ ഉള്ളൂ? ഓക്കെ. ഇനി നമുക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഇനി അടുത്തത് ആൽഫ ഫെറൈറ്റും ഇനി അടുത്ത് ഡെൽറ്റ ഫെറൈറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്ത് മാത്രമേ ഉള്ളൂ വ്യത്യാസം? കോമ്പോസിഷനിലും കാർബൺ കോമ്പോസിഷനിലും. പിന്നെ എന്ത് വ്യത്യാസം? ടെമ്പറേച്ചർ റേഞ്ച്. ഏത് ടെമ്പറേച്ചറിലാണോ അത് എക്സിസ്റ്റ് ചെയ്യുക. രണ്ടിന്റെയും ആൽഫയുടെയും ഡെൽറ്റയുടെയും സ്ട്രക്ചർ എന്തുവാണ്? BCC. അതുകൊണ്ടാണ് അതിനകത്ത് രണ്ടും ലിമിറ്റഡ് സോലിബിലിറ്റി ആണ്. ഡെൽറ്റയുടെ സോലിബിലിറ്റി ലിമിറ്റ് എത്ര? ഞാൻ പറഞ്ഞായിരുന്നു.
ആ അപ്പം അതിനകത്ത് BCC സ്ട്രക്ചർ ആണ്, അതുകൊണ്ടാണ് ലിമിറ്റഡ് സോലിബിലിറ്റി വന്നത്. അപ്പം നമ്മൾ ആൽഫ ഫെറൈറ്റ് പഠിച്ചു, ഡെൽറ്റ ഫെറൈറ്റ് പഠിച്ചു, ഗാമ ഓസിനേറ്റ് പഠിച്ചു, അതിന്റെ സ്റ്റേബിൾ ടെമ്പറേച്ചർ പഠിച്ചു, അതിന്റെ സ്ട്രക്ചർ പഠിച്ചു, സോലിബിലിറ്റി ലിമിറ്റ് പഠിച്ചു, അതെല്ലാം പഠിച്ചു. അത്രയും ഭാഗം ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സിമിൻഡേറ്റ് അല്ലെങ്കിൽ അയൺ കാർബൈഡ് ആണ്. എന്താണ് സിമിൻഡേറ്റ് അല്ലെങ്കിൽ അയൺ കാർബൈഡ്? എന്താണ് സിമിൻഡേറ്റ് അല്ലെങ്കിൽ അയൺ കാർബൈഡ്? നോക്കിയേ, ഈ ആൽഫയ്ക്കകത്ത് കോൺസെൻട്രേഷൻ 0.022-നെക്കാട്ടിലും കൂടിക്കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവുന്ന അവിടെ? 0.022-നെക്കാട്ടും 0.022 കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ? ആൽഫയുടെ കൂടെ തന്നെ എന്തുണ്ടാവും? സിമിൻഡേറ്റ് ഉണ്ടാവും. സിമിൻഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ കാർബൈഡ് ആണ്. ഓക്കെ, Fe3C എന്ന് വെച്ചാൽ സിമിൻഡേറ്റ് എന്ന് വെച്ചാൽ അയൺ കാർബൈഡ് ആണ്. അതൊരു ഇന്റർ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. എന്താണ് അത്? ഇന്റർ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഈ സിമിൻഡേറ്റ് സ്റ്റേബിൾ ആകുന്നത് ഏത് ടെമ്പറേച്ചർ മുതൽ ഈ ടെമ്പറേച്ചർ പറയാ? സിമിൻഡേറ്റ് സ്റ്റേബിൾ ആവുന്ന ഈ ടെമ്പറേച്ചർ മുതൽ ഈ ടെമ്പറേച്ചർ പറയാ? പറഞ്ഞേ. സിമിൻഡേറ്റ് 1147 താഴോട്ട് എക്സിസ്റ്റ് ചെയ്യും. 1147 താഴോട്ട് സിമിൻഡേറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. 1147 താഴോട്ട് സിമിൻഡേറ്റ് ഫോം ചെയ്തേക്കുന്നത്. ഇവിടെ ഗാമ പ്ലസ് ഓസിനേറ്റ് ആണ്, ഇവിടെ ഇവിടെ ഗാമ പ്ലസ് സിമിൻഡേറ്റ് ആണ്, ഇവിടെ ആൽഫ പ്ലസ് സിമിൻഡേറ്റ് ആണ്. ഓക്കെ, ഈ സിമിൻഡേറ്റിന്റെ പ്രത്യേകത എന്താ? സിമിൻഡേറ്റ് ഇസ് വെരി ഹാർഡ് ആണ്. എന്താണ് സിമിൻഡേറ്റിന്റെ പ്രത്യേകത? എന്താണ് സിമിൻഡേറ്റ് വെരി ഹാർഡ് ആണ്. ഇറ്റ് ഈസ് വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. സോ സിമിൻഡേറ്റിന്റെ പ്രസൻസ് കൂടുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ മെറ്റീരിയൽ ഹാർഡ് ആവുമോ സോഫ്റ്റ് ആവുമോ? സിമിൻഡേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന നമ്മുടെ മെറ്റീരിയൽ ഹാർഡ് ആവുമോ സോഫ്റ്റ് ആവുമോ? ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ ബേസിക് സ്ട്രക്ചറിന്റെ ബേസിക് ഫേസസ് എല്ലാം പഠിച്ചു. അതായത് ആൽഫ ഫെറൈറ്റ് പഠിച്ചു, ഗാമ ഓസിനേറ്റ് പഠിച്ചു, ഡെൽറ്റ ഫെറൈറ്റ് പഠിച്ചു, സിമിൻഡേറ്റ് പഠിച്ചു. ഇനി നമ്മൾ ഇതിന് കോമ്പിനേഷൻ പഠിക്കാൻ പോവാണ്. എന്താണ് കോമ്പിനേഷൻ പഠിക്കുന്നത്? ഫസ്റ്റ് പറയുന്നത് പിയർലൈറ്റ് ആണ്. പിയർലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആൽഫയും പിന്നെന്താണ് സിമിൻഡേറ്റും കൂടെയുള്ള കോമ്പിനേഷനെ പറയുന്ന പേരാണ് ആൽഫയും സിമിൻഡേറ്റും കോമ്പിനേഷൻ വരുന്ന പേരാണ് പിയർലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു ലാമെല്ലാർ സ്ട്രക്ചർ ആണ്. എന്താണ് ലാമെല്ലാർ സ്ട്രക്ചർ എന്ന് വെച്ചാൽ? എന്താണ് ആൽഫ, ഒരു ലെയർ ഓഫ് ആൽഫ, ഒരു ലെയർ ഓഫ് സിമിൻഡേറ്റ്, ഒരു ലെയർ ഓഫ് ആൽഫ, ഒരു ലെയർ ഓഫ് സിമിൻഡേറ്റ്, അങ്ങനെ രണ്ടിന്റെയും ഒരു പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഒരു ലെയർ ഓഫ് ആൽഫ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെയർ ഓഫ് എന്താണ് സിമിൻഡേറ്റ് വരും, പിന്നെ അടുത്ത ലെയർ ഓഫ് ആൽഫ വരും, പിന്നെ അടുത്ത ലെയർ ഓഫ് സിമിൻഡേറ്റ് വരും. അങ്ങനെ ഒരു പ്ലേറ്റ് ലൈക്ക് ലാമെല്ലാർ സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. ഈ പിയർലൈറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ആൽഫ ഫെറൈറ്റും ഉണ്ട്, പിന്നെന്താ ഉള്ളത്? സിമിൻഡേറ്റ് ഉണ്ട്. ഈ ആൽഫ ഫെറൈറ്റിന്റെ പ്രത്യേകത? ആൽഫ ഫെറൈറ്റിനകത്ത് കാർബൺ കണ്ടന്റ് കുറവല്ലേ? ആൽഫ ഫെറൈറ്റിനകത്ത് കാർബൺ കുറവാകുമ്പോ അത് എന്ത് ടൈപ്പ് പ്രോപ്പർട്ടി ആയിരിക്കും? ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ? സോഫ്റ്റ് ആയിരിക്കും. അതേസമയം സിമിൻഡേറ്റ് പ്രത്യേകത എന്താ? സിമിൻഡേറ്റ് എന്താണ്? ഹാർഡ് ആയിരിക്കും. അപ്പൊ പിയർലൈറ്റിനകത്ത് ആൽഫയുടെയും സിമിൻഡേറ്റിന്റെ കോമ്പിനേഷൻ വന്നത് കൊണ്ട് നമുക്കൊരു എങ്ങനത്തെ പ്രോപ്പർട്ടി ആയിരിക്കും കിട്ടുന്നത്? പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേന് ഒരുപാട് ഹാർഡും അല്ല, എങ്കിൽ തന്നെ അത്യാവശ്യം ഡക്ടിലിറ്റി ഉണ്ട്. അല്ലെ, ഇതിനകത്ത് എന്താ? ഇറ്റ് കമ്പൈൻസ് ദ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് സിമിൻഡേറ്റ് വിത്ത് ഡക്ടിലിറ്റി ഓഫ് ആൽഫ ഫെറൈറ്റ്. അതായത് ഈ ഒരു പിയർലൈറ്റ് സ്ട്രക്ചറിന് സിമിൻഡേറ്റിന് ഹാർഡ്നെസ്സും ഉണ്ടായിരിക്കും, പിന്നെന്തുവാണ് ആൽഫയുടെ ഡക്ടിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കമ്പൈൻഡ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഏത് സ്ട്രക്ചറിന് കിട്ടുന്നത്? പിയർലൈറ്റിന് കിട്ടുന്നത്. അപ്പൊ പിയർലൈറ്റിനകത്ത് സിമിൻഡേറ്റിന്റെ ആവറേജ് പിയർലൈറ്റിനകത്തുള്ള സിമിൻഡേറ്റിന്റെ ആവറേജ് കാർബൺ കോമ്പോസിഷൻ 0.83 ആയിരിക്കും. ഓക്കെ,
സിമെന്റേറ്റിനകത്ത് ഉള്ള ഈ പിയർലൈറ്റിനകത്തുള്ള സിമെന്റേറ്റിന്റെ ആവറേജ് കാർബൺ കോമ്പോസിഷൻ 0.83 ആയിരിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ. അപ്പൊ സാധാരണയായിട്ട് ഈ പിയർലൈറ്റ് ഏതാ നമ്മൾ ഈ പിയർലൈറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ആൽഫ ഫെറൈറ്റും ഉണ്ട്, സിമിൻറ്റേറ്റും ഉണ്ട്. ആൽഫ ഫെറൈറ്റിന്റെ കോമ്പോസിഷൻ എത്രയാണ്? 0.022 ഓഫ് കാർബൺ ആണ്. അതുപോലെ തന്നെ പിയർലൈറ്റിനകത്ത് സിമിൻറ്റേറ്റിന്റെ കോമ്പോസിഷൻ വരുന്നത് 0.83 ആയിരിക്കും. ഓക്കെ. ഇതിനകത്ത് നോക്കുമ്പം കാർബൺ കോമ്പോസിഷൻ കമ്പാരിറ്റീവ്ലി കുറവല്ലേ? കമ്പാരിറ്റീവ്ലി കുറവല്ലേ? അപ്പൊ 2.14 കുറവല്ലേ? കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് കാർബണിന്റെ കോമ്പോസിഷൻ 2.14 കുറവല്ലേ? അപ്പൊ കാർബണിന്റെ കോമ്പോസിഷൻ 2.14 കുറവാകുമ്പോൾ അത് അവിടെ എന്തോ ഉണ്ടാവുന്നത്? സ്റ്റീലാണോ കാസ്റ്റ് അയൺ ആണോ? സ്റ്റീൽ ആയിരിക്കും. അപ്പൊ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു അലോയുടെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിരിക്കും ആര്? സ്റ്റീലിനകത്ത് എന്തുമായിരിക്കും? പിയർലൈറ്റ് ആയിരിക്കും. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ലെഡുബറേറ്റ്. എന്താണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ്? ഓക്കെ.